ജയശങ്കറെ, നിങ്ങൾ പുള്ളിയോടൊക്കെ പറയണം ഇതൊരു ബൈയേഴ്സ് മാർക്കറ്റ് ആണെന്ന് കേട്ടോ. ഇത് കേൾക്കാത്ത ഒരു മിഡിൽമെൻ പോലും എനിക്ക് തോന്നുന്നില്ല റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുള്ളത്. കാരണം ഇതൊരു വളരെ എന്താ രസകരമായ ഒരു സെനാരിയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളൊരു ഡീലില് നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു വീട് ഒരാൾക്ക് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വില്ല എത്തുവിടെ ആയിക്കോട്ടെ, ഒരു റെസിഡൻസ് ചൂസ് ചെയ്യാൻ നേരത്ത് ഒരു ബയർ വന്നിട്ട് ആളുടെ ഒരു മെയിൻ നെഗോസിയേഷൻ ടൂളാണ്. ഇറ്റ്സ് എ ബയേഴ്സ് മാർക്കറ്റ്. യു ഷുഡ് അക്സെപ്റ്റ് അവർ ഫാക്ട് ടു. ഞാൻ നമ്മളിത് കേൾക്കുമ്പം ശരിയാണ്, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷേ ഞാൻ തിരിച്ച് സ്വയം പലപ്പോഴും ചിന്തിക്കുകയും പലരോടും പറയുകയും ചെയ്തിട്ടുണ്ട്, സാർ ഇതൊരു ബയേഴ്സ് മാർക്കറ്റ് ആണെങ്കിൽ ഒരു സെല്ലർ എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. കാരണം ഇത് എന്താ പ്രശ്നം വരുന്നതെന്ന് അറിയാം. കാരണം they look into n lot of listings. They look into n lot of listings എന്നിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോർട്ടൽസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് ഇവർക്ക് ഫീൽ ചെയ്യാറ്. കാരണം ഇപ്പം 99 acres-ലോ OLX-ലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തോടെ ചൂസ് ചെയ്യാമെന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ് ഓൾവേസ്, ഹു ഈസ് ഗോയിങ് ടു ലീവ് ദെയർ, ഹൗ ഫാർ യു ആർ ഗോയിങ് ടു ലീവ് ദെയർ? നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ടുള്ള, നിങ്ങളുടെ ആക്ച്വൽ നീഡിനനുസരിച്ചിട്ടുള്ള ഒരു വീടാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ റൈറ്റ് ടൈമിൽ, ഇഫ് യു ആർ നോട്ട് ഷേക്കിംഗ് ഹാൻഡ് വിത്ത് എ സെല്ലർ, യു ആർ ഗോയിങ് ടു നെഗോഷിയേറ്റ് വിത്ത് ഹിം. നിങ്ങൾ ഒരു ഭാഗത്ത് ഇപ്പം ജയശങ്കർ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, ഒരു ഏജന്റിനോടല്ല, ആരോടാണെങ്കിലും നിങ്ങൾ നെഗോഷിയേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ യു ആർ സേയിങ് ഇഫ് ഇറ്റ്സ് എ ബയേഴ്സ് മാർക്കറ്റ്, നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേറെ ഒരു പ്രോപ്പർട്ടി നോക്കിയാലും യു ആർ ഗോയിങ് ടു ഫോളോ ദ സെയിം മെത്തേഡ്. ഫൈനലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ലൂസ് നോട്ട് ഓൺലി വൺ ഓപ്പർച്യൂണിറ്റി ബട്ട് മെനി ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ല, പല ഓപ്പർച്യൂണിറ്റികൾ മിസ്സാവും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് യു ആർ ഗോയിങ് ടു സ്പെൻഡ് യുവർ പ്രൊഡക്റ്റീവ് ടൈം വിത്ത് ദിസ്. ഇറ്റ് വിൽ ബി ഗോയിങ് ഓൺ നെഗോസിയേഷൻ. ഫൈനലി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ, കാരണം ഇതേ സിറ്റുവേഷനുള്ള മറ്റു പലരും കാണും, ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ പോയി കഴിയുമ്പോൾ whatever is remaining, you may be able to choose one from that.